ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകളോട് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ചോദ്യം കേട്ട് കഴിയുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സ്നേഹവും അട്രാക്ഷനും നിങ്ങളോട് അവർക്ക് ഫീൽ ചെയ്യിക്കാൻ, അവളുടെ ഉള്ളിൽ ഒരു ഫീലിംഗ് മുട്ടിട്ട് വളരാൻ സഹായിക്കുന്ന ചില ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഓപ്പൺ ആയി തന്നെ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ആ ചോദ്യങ്ങൾ ഏതൊക്കെയാന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ? ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് നീ ഭക്ഷണം കഴിച്ചോ എന്നുള്ളതാണ്. ഈ നീ ഭക്ഷണം കഴിച്ചോ എന്നുള്ള ചോദ്യം സ്ത്രീകൾക്ക് ഭയങ്കര, അവരിങ്ങനെ മെൽറ്റായി പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അത്. അത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് പെട്ടെന്ന് തന്നെ ഒരു ഭയങ്കര ഒരു സ്നേഹം, അല്ലെങ്കിൽ ഒരു കണ്ണുകളൊക്കെ വിടരുന്ന ടൈപ്പിലുള്ള ഒരു ഫീലിംഗ് ഒക്കെ സ്ത്രീകൾക്ക് പൊതുവെ വരാറുണ്ട്. അതിപ്പോ എല്ലാവരും എക്സ്പ്രസ് ചെയ്യണമെന്നില്ല, പക്ഷെ പൊതുവെ ഈ ഒരു ചോദ്യം സ്ത്രീകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഒരു ഫീലിംഗ് അവരുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു ചോദ്യമാണ് നീ ഭക്ഷണം കഴിച്ചോ എന്നുള്ളത്. അവർക്ക് കൊടുക്കുന്ന ഏറ്റവും കെയറിങ് ആയിട്ടുള്ള ഒരു വേർഡാണ് അത്. അപ്പൊ ഇത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ത്രീ അല്ലെങ്കിൽ നിങ്ങളെ വൈഫിനോടൊക്കെ നിങ്ങളൊന്ന് ചോദിക്കുക, നീ ഭക്ഷണം കഴിച്ചോ എന്നുള്ള ചോദ്യം. ആ ചോദ്യം ഭയങ്കര നിസ്സാരമായിട്ടൊന്നും കാണരുത്. ആ ചോദ്യത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. രണ്ടാമത്തെ ചോദ്യം എന്നുള്ളത് നിന്റെ ജോലികൾ കഴിഞ്ഞോ എന്നുള്ളതാണ്. അതായത് അവർ ഒരു വർക്കിംഗ് വുമൺ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിലും, അല്ലെ അവർ ഒരു ഹൗസ് വൈഫ് ആയിട്ട് ഇരിക്കുകയാണെങ്കിലും, നിന്റെ ഇന്നത്തെ ജോലികൾ കഴിഞ്ഞോ, ഇന്നത്തെ ടാസ്ക് കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് അന്നത്തെ ഒരു ഫുൾ ഡേ വിശേഷം ആ ഒരു ചോദ്യം കൊണ്ട് നിങ്ങളോട് അവർ പറയും എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് ആ ഒരു ചോദ്യം നിങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റിയ ഒരു ചോദ്യം കൂടിയാണ് അത്. അപ്പൊ അവർ ഒരുപാട് ഇന്ന് ആ ഒരു ഡേയിൽ സംഭവിച്ച നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ പറയും. അല്ലാണ്ട് അവർ ഒറ്റ വാക്കിൽ എന്റെ ജോലി കഴിഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ ഓർക്കുക നിങ്ങളോട് എന്തോ ദേഷ്യം പിടിച്ചിരിക്കുകയാണെന്ന്. അല്ലാത്ത ഒരു സ്ത്രീ ആണെങ്കിൽ നിന്റെ ജോലികൾ കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോഴേക്കും അവരുടെ വിഷമങ്ങളും സന്തോഷങ്ങളും അവരുടെ എല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു ചോദ്യമാണ് നിന്റെ ജോലി ഇന്ന് കഴിഞ്ഞോ എന്നുള്ളത്. മൂന്നാമത്തെ വേർഡ് എന്ന് പറയുന്നത് അപ്രിസിയേഷൻ ആണ്. അവളുടെ ഓരോ കാര്യത്തിലും നിങ്ങൾ അപ്രിസിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരിക്കും ഉണ്ടാവുക. ആ അപ്രിസിയേഷൻ കൊടുത്ത കാര്യങ്ങൾ അവൾ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അതേ കാര്യം അവർ ചെയ്യാൻ തയ്യാറാവും എന്നുള്ളതാണ്. ഇപ്പൊ ഒരു നല്ല ഫുഡ് ഉണ്ടാക്കി തരുന്നതായാലും, അല്ലെങ്കിൽ നല്ല നിങ്ങളൊരു ഡ്രസ്സ് അയൺ ചെയ്തത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നീ നല്ല മിടുക്കിയായിട്ട് അയൺ ചെയ്തിട്ടുണ്ട്, അല്ലെ നീ അയൺ ചെയ്താലേ ഇത് ശരിയാവുള്ളൂ, അല്ലെ നീ ചെയ്താലേ ഇത് ശരിയാവുള്ളൂ, നിന്നെ കൊണ്ട് ഇത് സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നത് അവർക്ക് ഭയങ്കര ഒരു പ്രൗഡ് ഫീലാണ്. അപ്പൊ നിങ്ങളെ ഭാര്യ ആയാലും നിങ്ങളെ കാമുകിയായാലും നിങ്ങൾ ഒരു കാര്യം അവരോട് നീ ഒന്നും ചെയ്താൽ ശരിയാവില്ല എന്ന് പറയുന്നതിന് പകരം ഒരു പോസിറ്റീവ് വേയിൽ അവരോട് ആ കാര്യം പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അവരിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ എന്തെങ്കിലും ഒരു ടാസ്ക് വൈഫിനെ കൊണ്ട് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്ന് പറയുന്നതിന് പകരം നീ ചെയ്താലേ ഇത് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു നോക്കൂ, തീർച്ചയായിട്ടും അവൾ അത് ചെയ്തും തരും, നിങ്ങൾക്ക് ഹാപ്പി ആവാനും പറ്റും. അപ്പൊ നിങ്ങളുടെ ഒരു വാക്കിന് ഒരുപാട് പ്രസക്തി അവിടെ വരുന്നുണ്ട്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഐ ട്രസ്റ്റ് യു എന്നുള്ള വേർഡാണ്. ഈ ട്രസ്റ്റില് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. തങ്ങളുടെ പാർട്ട്ണർ, അതിപ്പോ തങ്ങളുടെ ഭർത്താവായാലും കാമുകനായാലും, അവൻ നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ സ്ത്രീക്ക് ഒരുപാട് സമാധാനവും സന്തോഷവും. അപ്പൊ അവളെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയാൻ നിൽക്കും. നിങ്ങൾ അവളെ പിറകെ ടോർച്ചടിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല. അവള് തന്നെ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറയും. ഇപ്പൊ അവൾക്ക് ഒരാൾ മെസ്സേജ് അയച്ചതിനെ കുറിച്ചാണെങ്കിലും, അല്ലെ അവളെ പിന്നാലെ ഒരാൾ വന്ന് ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയാണെങ്കിലും, അല്ലെ അവൾ ആരെങ്കിലും പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെ അവർക്ക് ആരോടെയും ക്രഷ് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് എല്ലാം അവള് നിങ്ങളോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കും. ഐ ട്രസ്റ്റ് യു എന്നുള്ള ഒരു വേർഡ് അവളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പം നിങ്ങളെ ട്രസ്റ്റിനെ അവള് കാത്തു സൂക്ഷിക്കാനും നിങ്ങളെ ട്രസ്റ്റിന്റെ മുകളിൽ ഒരുപാട് വാല്യൂ അവള് തരുന്നത് കൊണ്ടും നിങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് ഒന്നും തന്നെ അവള് ചെയ്യാൻ തയ്യാറാവില്ല എന്നുള്ളതാണ്. ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ കെയറിങ് ആണ്. അവൾക്കൊരു അസുഖം വരുന്ന സമയത്ത് നീ മരുന്ന് കഴിച്ചോ, അല്ലെ നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാം, അല്ലെങ്കിൽ നിനക്ക് വേദനിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു പീരീഡ്സ് ആയിട്ടുള്ള സമയമൊക്കെ ആണെങ്കിൽ അത് കണ്ടിറങ്ങി അതിന് വേണ്ടിയിട്ടൊരു മറ്റേ ഹോട്ട് ബാഗ് ഒക്കെ കൊണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവളെ കാലും കൈയൊക്കെ ഒന്ന് മസിൽസ് ഒക്കെ ഒന്ന് ഒഴിഞ്ഞു കൊടുക്കുക. അങ്ങനത്തെ ഒരു കെയറിങ് വേർഡ്സുകൾ, നീ മരുന്ന് കഴിച്ചോ, നീ ഡോക്ടറെ അടുത്ത് പോവാമെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര സ്നേഹം, അവർക്ക് കണ്ണു നിറയുന്ന ഒരു സ്നേഹം നിങ്ങളോട് ഉണ്ടാവും. അപ്പൊ അതും നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം സ്ത്രീകൾക്ക് എപ്പോഴും വേണ്ടത് പാമ്പറിങ് ആണ്. ആ പാമ്പറിങ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് മെൽറ്റ് ആവുന്നതാണ്. അപ്പൊ ഈ പാമ്പറിങ് കൊടുക്കുന്ന ടൈപ്പിലുള്ള വാക്കുകൾ എപ്പോഴും നിങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ ഒരാളെ തലയ്ക്ക് മേലെ കയറിയിരുന്ന് ഭരിക്കുന്ന പോലുള്ള സംസാരം പല പുരുഷന്മാർക്കും ഉള്ളതാണ് ഡൊമിനൻസി, അല്ലെ, ഒരു മെയിൽ ഡൊമിനൻസി കീപ്പ് ചെയ്തുകൊണ്ടുള്ള സംസാരം ഒരു സ്ത്രീക്കും ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ എപ്പോഴും അവൾക്ക് വേണ്ടി നിങ്ങൾ ഒന്ന് കുറച്ച് താഴ്ന്നു കൊടുക്കുന്നത്, അവൾക്ക് വേണ്ടി നിങ്ങളൊന്ന് ഒരു സ്റ്റെപ്പ് എന്താ പറയുക പിന്നോട്ട് ഇറങ്ങി കൊടുക്കുന്നതൊക്കെ അതിലൊന്നും ഒരിക്കലും നിങ്ങൾ
നിങ്ങളുടെ പൗരുഷം കുറയാനോ അല്ലെങ്കിൽ നിങ്ങളൊരു പുരുഷനല്ല എന്നുള്ള ചിന്തയിലേക്കൊന്നും അവൾ ഒരിക്കലും വരില്ല. അവിടെ നിങ്ങളോടുള്ള സ്നേഹം കൂടുതലും നിങ്ങളോടുള്ള റെസ്പെക്റ്റും നിങ്ങളെ ബാഹുബലിന്റെ അത്രയും വലുപ്പമായിട്ടിരിക്കും അവളെ മനസ്സിലെ രൂപം നിങ്ങളെ രൂപം പതിയുന്നത്. അപ്പൊ ഇതൊക്കെ പുരുഷന്മാർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാര്യനെയായാലും നിങ്ങളുടെ കാമുകിനെയായാലും നിങ്ങൾക്ക് മെൽറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ ഈ വാക്കുകളെല്ലാം എത്രത്തോളം നിങ്ങൾക്ക് റിലേറ്റബിൾ ആണ് എന്നുള്ളത് കമന്റ്സിലൂടെ അറിയിക്കാം. താങ്ക്